മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടേറിയിട്ടുള്ള പെരുമാറ്റ രീതിയായിട്ടുള്ള ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. കംപ്ലൈന്റും ക്രിറ്റിസിസത്തിനെ കുറിച്ചിട്ട് വ്യത്യാസം എന്താണെന്നും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരികയൊക്കെ ഉണ്ടായി. ഈ ക്രിറ്റിസിസത്തിനേക്കാളും മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഹാനികാരകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സുപ്പീരിയോറിറ്റി ഫീലിങ്സ് ആണ് കണ്ടംപ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ തൻ്റെ പാർട്ട്ണറുടെ അടുത്ത് കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ് അവർ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പല രൂപത്തിലായിരിക്കാം. ചില ഉദാഹരണങ്ങളാണ് ഐ റോളിങ്, നെയിം കോളിങ്, ഹോസ്റ്റൈൽ ഹ്യൂമർ മുതലായവയൊക്കെ. ഇവ സംഭവിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഡിസ്ഗസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വെറുപ്പാണ് തങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഇതൊരിക്കലും കേട്ട് നിൽക്കാനായിട്ട് അത്ര രസകരമല്ല, വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ വീണ്ടും അത് വഴക്കിലോട്ടും കോൺഫ്ലിക്റ്റിലോട്ടാണ് മുന്നോട്ട് പോവുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ മെരിറ്റൽ റിലേഷൻഷിപ്പ് വീണ്ടും രമ്യതയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലാവും. സോ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ, കണ്ടംപ്റ്റ് പെരുമാറ്റ രീതികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ ഫോം ഓഫ് ഡിസ്റെസ്പെക്ട്. യു ആർ എക്സ്പ്രസിങ് ഡിസ്ഗസ്റ്റ് ടുവാർഡ്സ് യുവർ പാർട്ട്ണർ. ആൻഡ് ഒരു തരത്തിലുള്ള സുപ്പീരിയോറിറ്റി ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന ആൾക്ക് അത്ര രസകരമല്ലാത്തത് കൊണ്ട് അത് വളരെ വേദനയായിരിക്കും അവരിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക.